ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഏത് സ്ഥലത്തുനിന്ന് ഏത് രാജ്യത്തു നിന്നുള്ളവരാണ് ഇന്ത്യയിൽ. ശ്രീലങ്കക്കാർ, പാകിസ്ഥാൻമാർ ഇവിടെ വന്നിട്ടില്ല. ഇവരെ കണക്കനുസരിച്ച് 4000 പേര് 5000 വരുന്നുള്ളൂ. ഞാൻ എതിർക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് മുസ്ലിം പേരുള്ള നഗരങ്ങളുടെയൊക്കെ പേര് മാറ്റിക്കളയാൻ, അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ BJP-ക്കാരിട്ട് തന്ന ഒരു സാധനമാണ് അല്ലെ അസ്ത്രം ഫസൽ ഗഫൂർ. ആ ഒരു പേരിനോട് ശരിക്കും നിങ്ങൾ പറഞ്ഞു നല്ലതാണെന്നില്ല? നല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ അനുഭവിക്കാൻ പോകുന്നില്ല, കേരളത്തിൽ അനുഭവിക്കില്ല, തമിഴ്നാട്ടിൽ അനുഭവിക്കില്ല, ശരിയല്ല. പക്ഷെ പ്രശ്നം കിടക്കുന്നത് ബംഗാളിലും ആസാമിലും. ബംഗാളിലും ആസാമിലും 1 കോടി ജനം വന്നതെന്ന് പറഞ്ഞല്ലോ നമ്മൾ അവിടെ. അതിൽ ഒരു നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ്. നമ്മൾ പറയുമ്പോൾ മുസ്ലിംകളെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മുസ്ലിംകൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട്. ബംഗാളി മുസ്ലിമുകളാണ്. അവരെ ബംഗാളി മുസ്ലിമുകളിൽ നിന്ന് ബംഗ്ലാദേശി മുസ്ലിം തിരിച്ചറിയാൻ പറ്റില്ല, പറഞ്ഞാൽ. അപ്പോൾ ആസാമിലെയും ബംഗാളിലെയും വോട്ടർ ലിസ്റ്റ് എടുക്കുമ്പോൾ, ത്രിപുരയിലെയും വോട്ടർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ NRC ഇതിൻ്റെ കൂടെ നടപ്പാക്കിയ ഇവരെ പുറത്താക്കാൻ വളരെ എളുപ്പമല്ലേ. പേര് മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബ്രിട്ടീഷുകാർ പോയിരുന്നപ്പോൾ ബ്രിട്ടീഷ് പേരുകളുള്ള സ്ഥലങ്ങളൊക്കെ അവൾ മാറ്റി, ബ്രിട്ടീഷുകാരായിട്ടുള്ള. പക്ഷേ ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മതത്തിൽപ്പെട്ടവരുടെ ഇട്ടിട്ടുള്ള പേരുകൾ തെരഞ്ഞു പിടിച്ചു ആ മാറ്റുന്നു. അവിടെയാണ് പ്രശ്നം. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ, അപ്പോൾ ഈ പീഡനം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലാക്കാൻ പറ്റില്ല. മതം ഒരു മതം മണ്ഡലപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു പീഡനത്തെ നമ്മൾ ഒരു ലോകത്ത്, ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുക. ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് 2ാം ലോക മഹായുദ്ധം. ക്രിസ്ത്യാനിയാണ് തന്നെ പോരാടുന്നത്. അപ്പുറത്ത് ഹിറ്റ്ലറും ഇപ്പുറത്ത് ചർച്ചിലും റൂസ്വെൽറ്റും ഒക്കെ. അപ്പോൾ ആ അഭയാർത്ഥികൾ എന്തായിരിക്കും? അതെല്ലാം ക്രിസ്ത്യാനികളായിരിക്കും. പിടിക്കുക. അപ്പോൾ അതിൽ പറയുമോ ക്രിസ്ത്യാനിയെ ഉൾപ്പെടുത്തൂല, ജൂതനെ ഉൾപ്പെടുത്തൂല, അവരെ പെടുത്തൂല, ഇവിടെ പെടുത്തൂല? അങ്ങനെയില്ല. പ്രഭാകരൻ്റെ മകനെ വെടിവെച്ച് കൊല്ലം കണ്ടില്ലേ TV-യിൽ? അവരിപ്പോഴും വലിയ പീഡനമാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധരാഷ്ട്രമാണ് അവർ. ഇപ്പോൾ ഞാൻ റോഹിംഗ്യ മുസ്ലിമിനെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ തമിഴരെന്ന് വിളിക്കുന്നു. അവരെന്തിനാ തമിഴരെന്ന് വിളിക്കുന്നു? അവരെ ഹിന്ദുക്കളെന്ന് വിളിച്ചാൽ പോരെ. നമസ്കാരം. നമ്മോട് കൂടെ ഇന്നിരിക്കുന്നത് BJP-ക്കാരെല്ലാവരും കൂടെ പേരിട്ട അസ്ത്രം ഫസൽ ഗഫൂറാണ്. ശരിക്കും ഈ അസ്ത്രം എന്ന് പേരിട്ടതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളാണ് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രതിഷേധത്തിനിടയിൽ ഇടതുപക്ഷത്തിൻ്റെ മനുഷ്യച്ചങ്ങല എന്നുള്ള പ്രോഗ്രാമിൽ ഞാൻ ശരിക്കും ഫസൽക്ക് അത് ഓർക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് മന്ത്രി റിയാസ് സാറ് അന്ന് മന്ത്രിയല്ല. അപ്പോൾ അന്ന് ആ മത്സരത്തിനൊക്കെ മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് മന്ത്രി റിയാസിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി റിയാസ് സാറിനെ ബൈറ്റ് എടുത്തതിന് ശേഷം പ്രസ് ക്ലബിൻ്റെ മുന്നിൽ ഫസൽക്ക നിൽക്കുന്ന സമയത്താണ് പൗരത്വ ഭേദഗതി നിയമം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത്. അന്ന് ശരിക്കും അല്ല, ആക്ച്വലി അങ്ങനെയല്ല. എന്നോട് ചോദിച്ചത് സുപ്രീം കോടതിയിൽ ഇത് അത് ശരിവെച്ചാൽ അതാണ് ചോദ്യം. അതെ, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം ഞാൻ പറഞ്ഞു, ആവനായിൽ ഒരുപാട് അസ്ത്രങ്ങൾ ബാക്കിയില്ലേ. മലയാളത്തിലൊരു പ്രയോഗമാണ് ആവനായിൽ അസ്ത്രം. അതിപ്പോൾ സുപ്രീം കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുക, ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കുക, പ്രസിഡൻറ്റിൻ്റെ മുന്നിലെത്തുക, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അത് എടുത്തു മാറ്റിയിട്ട് അത് വേറെ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പോണ, അക്രമത്തിലൂടെയും ബഹളത്തിലൂടെയാണ് എന്നുള്ള രീതിയിലോട്ട് മാറ്റിമറിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനല്ല, അത് പിന്നീട് നമ്മളവിടെ വെച്ച് പറഞ്ഞ് നമ്മളവിടെ നിന്ന് പിരിഞ്ഞു. അതെ. അപ്പോൾ അതൊരു ആക്രമണം നടത്താനായിട്ടുള്ള ആഹ്വാനമായിട്ടാണ് ചിത്രീകരിച്ചത്. ഒരു ആക്രമണം ഉണ്ടായില്ല. ഇപ്പം നമ്മളോട് തന്നെ ഉണ്ടല്ലോ, കൊല്ലം 4 കഴിഞ്ഞല്ലോ. അതെ, അതിനുശേഷം അതിൽ വലിയ സംഭവമുണ്ട്. ശരിക്കും മന്ത്രി റിയാസ്, ഇപ്പോഴത്തെ മന്ത്രി റിയാസ് സാറിന് ബൈറ്റ് എടുക്കുന്നു. അതിനുശേഷമാണ് ഫസൽക്കൻ്റെ ബൈറ്റ് എടുക്കുന്നത്. ആ സമയത്ത് സംഭവിച്ചത് ആവനാഴിയിൽ പല അസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ആ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും ജനങ്ങൾ എന്നുള്ള കണ്ടീഷനിലേക്കാണ് സംസാരിച്ചത്. അപ്പോൾ ആ സംഭവം സംസാരിച്ച ശേഷം വീണ്ടും സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്ക് എന്ത് ചെയ്തു? ഈ മനുഷ്യച്ചങ്ങലയുടെ അനൗൺസ്മെന്റ് വന്നു. അതോടെ എല്ലാം നിർത്തി ഇല്ലേ. അപ്പോൾ അത് പിന്നെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ അന്ന്. അപ്പോൾ ആ പറഞ്ഞതിന് പിറ്റേ ദിവസമാണ് ഫസൽക്ക എന്നെ വിളിക്കുന്നത്, കമ്മീഷൻ ഓഫീസിൽ ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അല്ലേ BJP-യുടെ പ്രതിഷേധം. അത് ഓർക്കുന്നുണ്ടോ? എന്നെ വിളിച്ച് ഫസൽക്ക പറയാണ്, അതായത് ബാബുവോ അറസ്റ്റ് ചെയ്യണം എന്നുള്ള സാധനം വരെ എത്തി, നീ എന്തായാലും MES-ലെ ഫസൽ ഗഫൂർ എന്നുള്ളതിനപ്പുറത്തേക്ക് അസ്ത്രം ഫസൽ ഗഫൂർ പേരിട്ടതല്ലോ, നന്നായിടാന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ല, അതിൽ കാര്യമുണ്ട്. അസ്ത്രം, അസ്ത്രം എന്ന് പറയുമ്പോൾ അമ്പല്ല. അമ്പും അസ്ത്രവും വ്യത്യാസമുണ്ട്. അസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യശക്തിയുണ്ട്. ഇപ്പം മഹാഭാരതമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പശുപതാസ്ത്രം, നമ്മുടെ വരുണാസ്ത്രം, ബ്രഹ്മാസ്ത്രം, അങ്ങനെ ഒരുപാട്, ബ്രഹ്മശിരസ് അസ്ത്രം, നാഗാസ്ത്രം. കാരണം എന്താ, ഇതിപ്പോൾ കൂടുതലും അർജുനൻ്റെ അടുത്തും കാണുന്നുണ്ട്. അപ്പോൾ അസ്ത്രം എന്നൊരു പേര് നല്ലൊരു പേരായിട്ട് ഞാൻ കാണുന്നു. മോശപ്പെട്ടൊരു പേരല്ല. അവരിട്ടിരിക്കുന്ന പേര് നല്ലതാണ്. ഒരു പോരാളിക്ക് കൊടുക്കുന്ന നല്ലൊരു പേരാണ്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. മോശപ്പെട്ട പേരൊന്നും ഇട്ടില്ല. അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടവും സ്നേഹം ഉണ്ട്, മനസ്സിലായില്ലേ? അയാൾക്ക് ഉചിതമായ ഒരു പേര് നമുക്ക് ഇടാം എന്ന് തീരുമാനിച്ചു. പിടിയിട്ടില്ലേ? പിറ്റേ ദിവസം എന്തായാലും നിങ്ങൾ വിളിച്ചു പറഞ്ഞ പോലെ അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ BJP-ക്കാരിട്ട് തന്ന ഒരു സാധനമാണ് അല്ലെ അസ്ത്രം ഫസൽ ഗഫൂർ. ആ ഒരു പേരിനോട് ശരിക്കും നിങ്ങൾ പറഞ്ഞു നല്ലതാണെന്നില്ലേ? നല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ മഹാഭാരത രാമായണമൊക്കെ ഫുൾ, എനിക്ക് അസ്ത്രങ്ങളെ പറ്റി നല്ലോണം അറിയാം. മനസ്സിലായ അശ്വത്ഥാമാവിന് എന്ത് അസ്ത്രം അറിയായിരുന്നു, എന്ത് അസ്ത്രം എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ മറന്നുപോയി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു വെച്ചോടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഏതായാലും നമ്മുടെ വിഷയം തീർച്ചയായും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അന്ന് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. ഇന്ന് ഇപ്പോ പൗരത്വ ഭേദഗതി ചട്ടം നിലവിൽ വന്നേക്കുവാണ്. അതെ, എന്താണ് ഫസൽക്കൊക്കെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിപ്പോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഇത് ഇപ്പം നിയമമായിട്ട് വന്നതിന് പാർലമെൻറ്റിൽ പോയി പാർലമെൻറ്റ് നിയമമാക്കി, പിന്നെ റൂൾസ് കൊണ്ടുവന്ന് ഇപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്തിരിക്കണം. ആ ചാലഞ്ച് ചെയ്തതിൽ 10-200 സംഘടനകൾ അതിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അത് എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം ഇതിൽ ഇതായിരിക്കും, കാര്യമായിട്ടുള്ള നിർണായകമായിരിക്കും തീരുമാനം. കാരണം ഇതിലെ പ്രശ്നം സുപ്രീം കോടതിയാണോ അതല്ല, ഇതൊരു മാനവികതക്കെതിരായിട്ടുള്ള ഒരു ചിന്തയാണത്. കാരണം എന്താണെന്നുണ്ടോ ഞാൻ പറയാം, ലോകത്തെല്ലാ സ്ഥലത്തും അഭയാർത്ഥികളുണ്ടാവും. അതെ, ഇവിടെ ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ 1 കോടി ആൾക്കാർ ഇവിടെ വന്നു. അന്നത്തെ ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് മാർക്സിസ്റ്റ് ഗവൺമെൻറ്റൊക്കെ ത്രിപുരയിലും ആസമിലും ബംഗാളിലും ഒക്കെ ഇവരെ താമസിപ്പിച്ചല്ലോ. അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ഗവൺമെൻറ് ഇവിടെയായിരുന്നു. അപ്പോൾ അവിടെയും അവർ ശരിക്കും പറഞ്ഞപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പൗരത്വം കൊടുക്കേണ്ടി വരില്ലേ എവിടെ എടുക്കണമെങ്കിലും? ഒന്ന്, നമ്മൾ പറയുമ്പോൾ മുസ്ലിംകളെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മുസ്ലിംകൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്നവരാ മുസ്ലിം സ്ത്രീകളാണ്. അറിയാലോ, താലിബാൻ വന്നതിന് ശേഷം. അതെ. 2, പാകിസ്ഥാനിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും കൂട്ടരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്ന ആൾക്കാർ ആയിരുന്നവർ. അവർ വലിയ പീഡനം അനുഭവിച്ചു. പിന്നെ ഇവിടെ നിന്ന് പോയ മുഹാജിറുകൾ വലിയ പീഡനം അനുഭവിച്ചു. അപ്പോൾ ഒരു രാജ്യത്ത്, ബംഗ്ലാദേശ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പീഡനം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലാക്കാൻ പറ്റില്ല. മതം ഒരു മതം മണ്ഡലപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു പീഡനത്തെ നമ്മൾ ഒരു ലോകത്ത് ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ചോദിക്കുക. എന്നാൽ പിന്നെ മതത്തിൻ്റെ പേരിലായിരിക്കുന്നത് എല്ലാ യുദ്ധങ്ങളും വരുന്നത്. അതെ, അല്ലെ വരാതിരിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടമില്ല, ഒരേ മതത്തിൽപ്പെട്ടവരല്ലേ. ക്രിസ്ത്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് 2ാം ലോക മഹായുദ്ധം. ക്രിസ്ത്യാനി തന്നെ പോരാടുന്നത്. അപ്പുറത്ത് ഹിറ്റ്ലറും ഇപ്പുറത്ത് ചർച്ചിലും റൂസ്വെൽറ്റും ഒക്കെ. അപ്പോൾ ആ അഭയാർത്ഥികൾ എന്തായിരിക്കും? അതെല്ലാം ക്രിസ്ത്യാനികളായിരിക്കും. പിടികിട്ടിയ? അപ്പോൾ അതിൽ പറയുമോ ക്രിസ്ത്യാനിയെ ഉൾപ്പെടുത്തൂല, ജൂതനെ ഉൾപ്പെടുത്തൂല, അവരെ പെടുത്തൂല, ഇവിടെ പെടുത്തൂല, അങ്ങനെയില്ല. അപ്പോൾ ലോകത്തവിടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പിന്നെ എന്താ, ഇന്ത്യ നമ്മുടെ റെഫ്യൂജീസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ടായിരുന്നു 1952, യുണൈറ്റഡ് നേഷൻസിൻ്റെ. അത് സൈൻ ചെയ്തിട്ടില്ല അവർ, ഇന്ത്യ. അതെനിക്ക് തോന്നണം അന്ന് ഇന്ത്യ അതിൽ ഒപ്പുവെക്കുക, ഉടമ്പടിയിൽ ഒപ്പുവെക്കാതിരുന്നതിന് കാരണം ഇന്ത്യയിൽ ഈ പ്രശ്നം നടക്കുന്നുണ്ട്, വിഭജനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് മതത്തിൻ്റെ പേരിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. 2ാമത്, ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഏത് സ്ഥലത്തു നിന്ന്, ഏത് രാജ്യത്തു നിന്നുള്ളവരാണ് ഇന്ത്യയിൽ. ശ്രീലങ്കക്കാർ, പാകിസ്ഥാനിൽ നിന്നും ആരും ഇവിടെ വന്നിട്ടില്ല. ഇവരെ കണക്കനുസരിച്ച് 4000 പേര് 5000 വരുന്നുള്ളൂ. ശ്രീലങ്കയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പീഡനം അനുഭവിച്ചു. പ്രഭാകരൻ്റെ മകനെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടില്ലേ ടി വിയിൽ? അവരിപ്പോഴും വലിയ പീഡനം അനുഭവിക്കുന്നു. ബുദ്ധരാഷ്ട്രമാണ് അത്. ഇപ്പോൾ ഞാൻ റോഹിംഗ്യ മുസ്ലിമിനെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ തമിഴരെന്ന് വിളിക്കുന്നു. അവരെന്തിനാ തമിഴരെന്ന് വിളിക്കുന്നു? അവരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചാൽ പോരെ. അവരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചാൽ പോരെ. നാളെ മലേഷ്യയിൽ ഒരു ഇസ്ലാമിക ഭരണം വന്നു, അവിടെ തമിഴന്മാരെ പുറത്താക്കി. അപ്പോഴോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഈ പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക മതത്തിന് തന്നെ ആ മതത്തിൻ്റെ രാജ്യത്തിനുള്ളിൽ പീഡനം അനുഭവിക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അത് ഇപ്പോൾ ഞാൻ എത്ര ഉദാഹരണം പറഞ്ഞല്ലോ. ക്രിസ്ത്യാനികളുടെ പറഞ്ഞു, ഹിന്ദുക്കളുടെ പറഞ്ഞു, ശ്രീലങ്ക ഹിന്ദുക്കളുടെ കൂട്ടി,
രണ്ടാം ലോക മഹായുദ്ധം ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂട്ടി, മുസ്ലിമുകൾ തമ്മിലുള്ള ഇപ്പോൾ താലിബാൻ്റെ തന്നെ പിടിയിട്ടാണ് താലിബാൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഒരു മതത്തിൻ്റെ പേരിലാക്കും? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങളൊന്നും അനുഭവിക്കാൻ പോകുന്നില്ലോ എന്ന്. അവിടെയാണ് മൂന്നാമത്തെ വിഷയം വരാൻ പോണത്. നമ്മൾ അനുഭവിക്കാൻ പോകുന്നില്ല, കേരളത്തിൽ അനുഭവിക്കില്ല, തമിഴ്നാട്ടിൽ അനുഭവിക്കില്ല, ശരിയാണ്. പക്ഷേ പ്രശ്നം കിടക്കുന്നത് ബംഗാളിലും ആസാമിലും. ബംഗാളിലും ആസാമിലും 1 കോടി ജനം വന്നതെന്ന് പറഞ്ഞല്ലോ നമ്മൾ അവിടെ. അതിൽ ഒരു നല്ലൊരു ശതമാനം മുസ്ലിങ്ങളാണ്. അവർ ബംഗാളി മുസ്ലിങ്ങളാണ്. അവരെ ബംഗാളി മുസ്ലിമുകളിൽ നിന്ന് ബംഗ്ലാദേശി മുസ്ലിം തിരിച്ചറിയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആസാമിലെയും ബംഗാളിലെയും വോട്ടർ ലിസ്റ്റ് എടുക്കുമ്പോൾ, ത്രിപുരയിലെയും വോട്ടർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ NRC ഇതിൻ്റെ കൂടെ നടപ്പാക്കിയാൽ ഇവരെ പുറത്താക്കാൻ വളരെ എളുപ്പമല്ലേ? ഇവരുടെ അടുത്ത് എന്ത് രേഖകളുണ്ടവനാ ഈ ആൾക്കാരുടെ? അല്ല, 1967 ജനന മരണ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം വന്നെന്ന് തോന്നുന്നു. അല്ല, അതിന് മുൻപ് ജനിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യും? ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ജനനം എന്ന സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. താങ്കളുടെ ഉണ്ട്, എൻ്റെതില്ല. ഇല്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ 1947 ജനിച്ച നരേന്ദ്രമോദിക്ക് ഉണ്ടാവും. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജനന സർട്ടിഫിക്കറ്റുകളെ പറ്റിയിട്ടൊക്കെ വളരെ ചിന്തയൊക്കെ ഇപ്പോഴല്ലേ വന്നത്, പണ്ടൊന്നും ഇല്ലല്ലോ. പണ്ട് SLC. ഇപ്പോൾ എൻ്റെ പേരെന്താ? ബാബു. എന്ത് ബാബു? ബാബു തന്നെ. എന്നാൽ എഴുതിക്കോ, സുരേന്ദ്ര ബാബു. അതാണ് എഴുത്ത്. ഇത് അധ്യാപകരെ എഴുതി കൊടുക്കണം. SLC ബുക്ക് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴും ഒക്കെ. എല്ലാ മാസത്തിലും മെയ് മാസത്തിലായിരിക്കും മിക്കവാറും സ്കൂൾ ചേർക്കുന്ന സമയത്ത് അതേമാതിരി തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെടുന്ന വിവാഹ സർട്ടിഫിക്കറ്റ് അതായത് പള്ളി കമ്മിറ്റി കൊടുത്തായിരിക്കും അക്കാലത്ത്. ആ കമ്മിറ്റി തന്നെ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഇത് വന്നപ്പോൾ അതിൻ്റെ ഉദ്ദേശം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ബംഗാളിലെയും ആസാമിലെയും ത്രിപുരയിലെയൊക്കെ ഇലക്ഷനെ ബാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവരെ പുറത്താക്കും. നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ പുറകോട്ട് പോകാം. ഈ ആസാം വലിയ ഇതുണ്ടായി, പോരാട്ടമുണ്ടായി ആസാമിൽ, സംഘർഷം, മറ്റേ സമരമൊക്കെ ഉണ്ടായി. ആ സമയത്ത് എന്തായിരുന്നു ഇഷ്യൂ എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നു ആസാമിലോട്ട്. അവർ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആസാമിലെ ജനങ്ങൾക്കൊരു പേടിയായി. ബംഗാളി സംസ്കാരം അവരെ വിഴുങ്ങുകയാണ്. അവിടുത്തെ സിനിമകൾ കളിക്കുന്നത് ബംഗാളി. നിങ്ങൾക്ക് പറയാൻ സാറേ, അവിടുത്തെ പല ജില്ലകളിലും ബംഗാളിയായി മാറി ഭാഷ. അപ്പോൾ അന്ന് ഇവർ ഉന്നയിച്ചിരുന്നത് ഇതെല്ലാം ബംഗാളി മുസ്ലിമാണ്. പക്ഷേ ഇപ്പോൾ NRC നടപ്പാക്കി. ഇത് ഈ BJP ഗവൺമെൻറ് അവിടെ നടപ്പാക്കിയതിൽ കൂടുതൽ ഹിന്ദുക്കളാണ്, ബംഗാളി ഹിന്ദുക്കളാണ് കൂടുതൽ, ബംഗാളി മുസ്ലിം അല്ല ആ കൂട്ടത്തിൽ. എൻ്റെ ഓർമ്മത്തൊക്കെ ഓർമ്മ വെച്ച് പറയണം ഞാൻ, എൻ്റെ ഡാറ്റ ഇല്ല. 20 ലക്ഷം പേരുണ്ടായെന്ന് പറയുന്നത്. 14 ലക്ഷം പേരങ്ങാണ്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളായിരുന്നു. മുസ്ലിങ്ങൾ സംഘപരിവാർ ശരിക്കും അത് തന്നെ. അപ്പോൾ എന്തായി? അപ്പോൾ അവർക്ക് ആകെ പ്രശ്നമായി. NRC നടപ്പാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അതോടുകൂടി അവിടെ വീണ്ടും അവിടെ ഇത് തുടങ്ങിയിരിക്കുകയാണ്, സംഘർഷം വീണ്ടും വന്നിരിക്കുകയാണ് ആസാമിൽ. ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തിനാണ് ഇത്തരം രീതിയിലേക്ക്? അതായത് ഇത് ഇപ്പം ഞാൻ പറയുന്നത് നോട്ട് നിരോധനം ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങളാണ്. നോട്ട് അട്ടാറ് ഫെയിൽ ആയിരുന്നു നോട്ട് നിരോധനം. അതായത് ജനങ്ങളെ ഫെയിലിയർ അല്ല, പറഞ്ഞുതരാ. ഇപ്പൊ ഞാനാണ് നിരോധിക്കണമെന്ന് വിചാരിച്ചു. അതെ, ബാബുവിന്റെ അടുത്ത് കള്ളപ്പണം വിചാരിച്ചു. ഞാൻ ബാബുവിനെ വിളിച്ചു പറഞ്ഞു തരില്ലേ? അതെ, എന്തെന്ന് ബാബു ഇതിപ്പോ നിരോധിക്കുമ്പോൾ മാറ്റിക്കോളാം. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായിരുന്നുണ്ട്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BJPയുടെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കള്ളപ്പണം വെള്ളത്തിലായില്ലേ? അതെ, അതല്ല ഇപ്പൊ മായാവതിയൊക്കെ ട്രിക്കായിരുന്നു. അപ്പുറത്തേക്ക് സാധാരണപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെടുന്ന രീതിയാണ്. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ അതിനുശേഷം ഇന്ത്യ ഒഴിവാക്കി ഭാരതാക്കണം എന്ന് പറഞ്ഞു. ഈ ഭാരതാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഫസൽക്കും എനിക്കൊക്കെ ഉള്ളൊരു ഒരു ധാരണ വെച്ച് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ബാങ്ക് ഓഫ് ഭാരത്, ഒരു എക്സാമ്പിൾ ഒരു ബാങ്ക് തന്നെ എടുക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള സാധനത്തിൽ ബാങ്ക് ഓഫ് ഭാരത് ആക്കുമ്പോൾ ആ ബാങ്കിന്റെ ബോർഡ് വരെ മാറ്റം വരേണ്ട ഒരു സ്ഥിതി. അതല്ല, ഇതിപ്പോൾ എന്താ അറിയോ, ഇതിപ്പോൾ വേറെ ഒന്നുമല്ല. ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ, ഹിന്ദുസ്ഥാൻ എന്ന പേര് കൊടുത്തിട്ടുള്ളത് പുറമേ നിന്ന് വന്ന ആൾക്കാരാണ്. ഹിന്ദുക്കളുടെ രാജ്യം എന്ന് അവർ വിളിച്ച് സിന്ധുവിടെ നദീതീരത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ത്യ എന്ന പേര് കൊടുത്തത് ബ്രിട്ടീഷുകാരായിരിക്കും, ഡീറ്റെയിൽ. അപ്പോൾ ഭാരത് എന്ന പേരെന്ന് കൊടുക്കുമ്പോൾ അത് ഹൈന്ദവ ഐതിഹ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പേരാണ്. അപ്പോൾ ആ പേര് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതൊരു ഇലക്ട്രൽ തന്ത്രമായിട്ടാണ് എടുക്കുന്നത്. ഇത് ഭാരത് മനസ്സിലല്ലേ എന്നുള്ളത്. അത് നമുക്ക് വിരോധമൊന്നുമില്ല. പേര് മാറ്റി ഇട്ടതിനെ കൊണ്ട് നമുക്ക് മംഗള എത്ര പേരുള്ളവരോടൊക്കെ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ ഞാൻ എതിർക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
അതായത് മുസ്ലിം പേരുള്ള നഗരങ്ങളുടെയൊക്കെ പേര് മാറ്റിക്കളയാം. മുസ്ലിം പേരുള്ള സകല നഗരങ്ങളുടെയും പേര് നമ്മൾ മാറ്റുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ അടുത്തൊരു നഗരത്തിൻ്റെ പേര് അഹമ്മദ് നഗർ, അതിപ്പോൾ അഹല്യ നഗർ എന്നാക്കിയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പേര് ഹൈദരാബാദിൻ്റെ പേര് ഭാഗ്യനഗർ എന്നാക്കുക. അങ്ങനെ ഒരുപാട് മറ്റേ അയോധ്യ സാക്കേത്ത് എന്നാക്കുക. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഫൈസാബാദ് സാക്കേത്ത് എന്നാക്കുക. അങ്ങനെയൊക്കെയുള്ള പേരുകൾ മാറ്റുമ്പോൾ പേര് മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബ്രിട്ടീഷുകാർ പോയിരുന്നപ്പോൾ ബ്രിട്ടീഷ് പേരുകളുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ മാറ്റി, ബ്രിട്ടീഷുകാരായിട്ടുള്ള. പക്ഷേ ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവരുടെ ഇട്ടിട്ടുള്ള പേരുകൾ തെരഞ്ഞു പിടിച്ചു മാറ്റുന്നു. അവിടെയാണ് പ്രശ്നം. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞായിരുന്നു, അതായത് പൗരത്വം നമുക്ക് ആവശ്യം തന്നെയാണ്, പക്ഷെ അത് BJP സർക്കാർ അല്ലെങ്കിൽ ഒരു അജണ്ടയിൽ നടപ്പിലാക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമേ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇത്തരം സംഭവങ്ങളൊക്കെ? അതായത് സാധാരണ ആളുകൾ, ഫസൽ സാറിനോട് പറയുന്നത് സാധാരണ ജനങ്ങൾ, സാറിനൊക്കെ മനസ്സിലാവുണ്ടാവും, കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. അതായത് നോട്ട് നിരോധനം, മറ്റുള്ള സംഭവങ്ങളും, അതിൻ്റെ അപ്പുറത്തേക്ക് GST, മറ്റു ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പല ആളുകളുള്ളത്. എന്തിനാണ് ഇത്തരം സംഭവങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്?